ഫ്രണ്ട്സ്, ഇഗ്നോ പോയിൻറ്റേഴ്സിലേക്ക് സ്വാഗതം. സോ ഈ ഇഗ്നോ പോയിൻറ്റേഴ്സ് വീഡിയോയിൽ നമ്മൾ കുറേ അധികം ഇഗ്നോ അഡ്മിഷൻ സംശയങ്ങൾ, എസ്പെഷ്യലി ഇഗ്നോയിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന എൻക്വയറീസും സംശയങ്ങളും അതിനെ ബേസ് ചെയ്തിട്ട് അതിന് ഉത്തരം അഥവാ മറുപടി എന്ന രീതിയിൽ ചെയ്യുന്നൊരു വീഡിയോ ആണ്. സോ ആദ്യമായിട്ട് ഇഗ്നോ യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസ്ഡ് ആണോ, ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അത്തരത്തിലൊക്കെ ചോദിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. സോ അവരോടാണ്, ഇഗ്നോ യൂണിവേഴ്സിറ്റി വേൾഡിൽ തന്നെ വൺ ഓഫ് ദി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ഇഗ്നോയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നതാണ്. വേൾഡിൽ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരുപാട് പേർക്ക് റെഗുലറായിട്ട് കോളേജിൽ പോയി പഠിക്കാൻ സാധിക്കുകയില്ല. പലരും വർക്ക് ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണത്താൽ റെഗുലർ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പറ്റാത്ത ആളുകൾക്ക് ഈ ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. അതായത് നമുക്ക് ഇഗ്നോയിൽ അഡ്മിഷൻ എടുത്തതിന് ശേഷം നമുക്ക് പോസ്റ്റ് വഴി നമ്മുടെ മെറ്റീരിയൽസ് നമുക്ക് ലഭ്യമാവുകയും അത് പഠിച്ച് കൃത്യമായിട്ട് അസൈൻമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുകയും എക്സാം എഴുതുകയും ചെയ്തു കഴിഞ്ഞാൽ അത്തരത്തിലെല്ലാ കോഴ്സും, അതായത് ഒരു പ്രോഗ്രാമിൻ്റെ കീഴിൽ നമ്മൾ ചേർന്നിരിക്കുന്ന ഡിഗ്രിയുടെ എല്ലാ സബ്ജക്ട്സും നമ്മൾ പൂർത്തീകരിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഡിഗ്രി അഥവാ PGയുടെ ഒക്കെ സർട്ടിഫിക്കറ്റ് അവാർഡ് ചെയ്യപ്പെടുന്നതാണ്. അതാണ് ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിങ്ങിൽ നടക്കുന്ന ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് ഇപ്പോൾ ആധുനിക യുഗത്തിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ടുണ്ട്. ഇന്ന് ഇഗ്നോയിൽ തന്നെ ODL മോഡിലും കോഴ്സുകൾ അവൈലബിൾ ആണ്. ഈ ODL മോഡ് എന്ന് പറയുമ്പോൾ ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ്. അതേസമയം ഇഗ്നോയിൽ ഓൺലൈൻ മോഡിലും ചില കോഴ്സുകൾ അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ MA ഇംഗ്ലീഷ് പോലെയൊരു കോഴ്സ് നിങ്ങൾക്ക് ODL മോഡിലും ചെയ്യാം. അതായത് പോസ്റ്റ് വഴി നമുക്ക് ബുക്ക് കിട്ടി, നമ്മൾ പഠിച്ച് നമ്മൾ അസൈൻമെൻറ്റ്സ് എഴുതി സബ്മിറ്റ് ചെയ്യുന്നു, എക്സാം എഴുതുന്നു. ആ രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ പഠിക്കേണ്ടവർക്ക് ODL മോഡ് എടുക്കാം. അതേപോലെ തന്നെ MA ഇംഗ്ലീഷ് ഓൺലൈൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും ഇഗ്നോയിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ഓൺലൈൻ മോഡ് ചൂസ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് കുറച്ചും കൂടി അധികം ക്ലാസ്സസ് ഇഗ്നോയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കും. അപ്പോൾ ആ ക്ലാസ്സസും ഒക്കെ അറ്റൻഡ് ചെയ്ത് കുറച്ചും കൂടി ഒരു റെഗുലർ യൂണിവേഴ്സിറ്റിയുടെ ടച്ചോട് കൂടി പഠിക്കാൻ സാധിക്കും. എങ്കിൽ പോലും ഒരു റെഗുലർ യൂണിവേഴ്സിറ്റി പോലെ നമുക്ക് എന്നും ക്ലാസ്സസ് എല്ലാ ടോപ്പിക്സും കവർ ചെയ്യും എന്നൊന്നും ഇവിടെയും പറയാൻ സാധിക്കുകയില്ല. സോ ഇതാണ് ODL മോഡിലും ഓൺലൈൻ മോഡിലുള്ള ഒരു ബേസിക് വ്യത്യാസം എന്ന് പറയുന്നത്. എങ്കിൽ പോലും ഇഗ്നോയിലെ ഒട്ടുമിക്ക കോഴ്സസും ODL മോഡിലാണ് അവൈലബിൾ. ഓൺലൈൻ മോഡിൽ വളരെ കുറച്ച് കോഴ്സസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇനി അങ്ങോട്ടുള്ള വർഷങ്ങളിൽ ഒരുപക്ഷെ ഇഗ്നോയുടെ സൈഡിൽ നിന്ന് ഒരുപാട് ഓൺലൈൻ കോഴ്സസ് വരാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇഗ്നോ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഡൽഹിയാണ് അതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. എന്ന് വിചാരിച്ച് നമ്മൾ ഡൽഹിയിൽ മാത്രം പോയി പഠിക്കുകയോ അല്ലെങ്കിൽ ഡൽഹിയിലാണ് നമ്മൾ എല്ലാ കാര്യത്തിനും സമീപിക്കേണ്ടത് എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം ഇഗ്നോയ്ക്ക് ഒരുപാട് റീജിയണൽ സെൻറ്റേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ കേരളത്തിൽ ഇഗ്നോയുമായി ബന്ധപ്പെട്ട 3 റീജിയണൽ സെൻറ്റേഴ്സാണ് പ്രധാനമായിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് RC ട്രിവാൻഡ്രം ആണ്. പിന്നെ നമുക്ക് RC കൊച്ചിയുണ്ട്, അതേപോലെ തന്നെ RC വടകരയുണ്ട്. അപ്പോൾ വിവിധ ജില്ലകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ RC സെൻറ്റേഴ്സ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ തൃശ്ശൂർ പാലക്കാട് സൈഡിൽ നിന്നുള്ള ഒരു ലേണർ ആണെങ്കിൽ നമുക്ക് RC കൊച്ചി ആയിരിക്കും നമുക്ക് പ്രധാനമായിട്ടും എടുക്കാൻ പറ്റുന്നത്. അതേസമയം ട്രിവാൻഡ്രം, കൊല്ലം, പത്തനംതിട്ട തുടങ്ങിയ ജില്ലകളൊക്കെ ആണെങ്കിൽ നമ്മൾ RC ട്രിവാൻഡ്രത്തിൻ്റെ കീഴിലായിരിക്കും. അതേസമയം നമ്മൾ RC വടകരയുടെ കീഴിലായിരിക്കും. ഇപ്പോൾ നമ്മൾ കോഴിക്കോടോ കണ്ണൂരോ കാസർഗോഡോ പോലെയുള്ള ജില്ലകളിലാണെങ്കിൽ. അപ്പോൾ നമുക്ക് ഈ ഒരു റീജിയണൽ സെൻറ്റർ, ഫോർ എക്സാമ്പിൾ പാലക്കാട് നിന്നുള്ള ഒരു ലേണറാണ് നിങ്ങളെങ്കിൽ, അഥവാ ഇഗ്നോയിൽ അഡ്മിഷൻ എടുക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് RC കൊച്ചിയുടെ കീഴിലായിരിക്കും നമ്മുടെ പഠനവും കാര്യങ്ങളും വരുന്നത്. അങ്ങനെ RC കൊച്ചിയുടെ കീഴിൽ നമ്മളെപ്പോഴും കൊച്ചിയെ പോയി ആശ്രയിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് ഈ റീജിയണൽ സെൻറ്റേഴ്സിൻ്റെ കീഴിൽ ഒരുപാട് സ്റ്റഡി സെൻറ്റേഴ്സ് അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇഗ്നോ സ്റ്റഡി സെൻറ്റർ വടക്കഞ്ചേരി ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഐഡിയൽ ട്രെയിനിങ് കോളേജ് ഉണ്ടായിരിക്കാം ചെറുപ്പളശ്ശേരി. അപ്പം നിങ്ങളുടെ സ്ഥലത്തിനോട് അടുത്ത് ഏതാണോ ഇഗ്നോയുടെ സ്റ്റഡി സെൻറ്റർ ഉള്ളത് ആ സ്റ്റഡി സെൻറ്റർ ചൂസ് ചെയ്യുക. ആ സ്റ്റഡി സെൻറ്റർ നമ്മൾ ഈ പറഞ്ഞ പോലെ RC കൊച്ചിയുടെ കീഴിലായിരിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ട്രിവാൻഡ്രത്തുള്ള ഒരു ലേണർ ആണെങ്കിൽ നിങ്ങൾ RC ട്രിവാൻഡ്രത്തിൻ്റെ കീഴിൽ മാർ ഇവാനിയോസ് കോളേജ് എന്ന് പറയുന്ന കോളേജ് ഒരു സ്റ്റഡി സെൻറ്ററാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് സ്റ്റഡി സെൻറ്ററായിട്ട് ചൂസ് ചെയ്യാം. സോ ഈ രീതിയിൽ നമുക്ക് സ്റ്റഡി സെൻറ്റേഴ്സും റീജിയണൽ സെൻറ്റേഴ്സും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ നിയറസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന ജില്ല എന്നില്ല, നമ്മൾ ചിലപ്പോൾ വർക്കിൻ്റെ ആവശ്യമായിട്ട് ചിലപ്പോൾ പാലക്കാടുള്ള ഒരാൾ ചിലപ്പോൾ വടകര അടുത്ത് അല്ലെങ്കിൽ കോഴിക്കോടായിരിക്കും താമസിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ അടുത്തുള്ള ഒരു സ്റ്റഡി സെൻറ്റർ എടുക്കാം. അപ്പോൾ ആ സ്റ്റഡി സെൻറ്റർ, അത് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലാണ് സ്റ്റഡി സെൻറ്ററെങ്കിൽ അത് റീജിയണൽ സെൻറ്റർ വടകരയുടെ കീഴിലാണ് വരിക. അപ്പോൾ നമ്മൾ അവിടുത്തെ സ്റ്റുഡൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എടുക്കുന്ന കോഴ്സ് ഒരു 2 വർഷമോ 3 വർഷമോ ഉള്ളപ്പോൾ നമുക്ക് എവിടെയാണോ എത്രയും പെട്ടെന്ന്
ആക്സസ് ചെയ്യാൻ പറ്റുന്ന അതിനെ സ്റ്റഡി സെൻറ്ററായിട്ട് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഒരു ബെസ്റ്റ് അഡ്വൈസായിട്ട് ലേണേഴ്സിനോട് പറയാനുള്ളത്. അപ്പോൾ ഈ സ്റ്റഡി സെൻറ്റേഴ്സിൽ നമുക്ക് സ്ഥിരമായിട്ട് ക്ലാസ്സിനോ അങ്ങനെയുള്ള കാര്യത്തിനൊന്നും ഒട്ടുമിക്ക കോഴ്സസിനും പോവേണ്ടി വരില്ല. എങ്കിൽ പോലും ഇൻഡക്ഷൻ മീറ്റിംഗ് അല്ലെങ്കിൽ ഏതാനും സബ്ജക്ട്സിൻ്റെ വളരെ കുറച്ചാണെങ്കിൽ പോലും ക്ലാസ്സസിനൊക്കെ വിളിക്കുന്ന അവസരത്തിൽ നമുക്ക് ഈ സ്റ്റഡി സെൻറ്ററിലോ റീജിയണൽ സെൻറ്ററിലോ ഒക്കെ പോവേണ്ടി വരാം. അതും മസ്റ്റായിട്ട് പറയുന്ന കോഴ്സുകൾ, മസ്റ്റായിട്ടും അറ്റൻഡ് ചെയ്യണം എന്ന് പറയുന്ന കോഴ്സുകൾ വളരെ കുറവാണ്. ചില കോഴ്സുകൾക്ക് നിങ്ങൾക്ക് പോവേണ്ടതായിട്ടും വരും. സോ ഇതെല്ലാം പരിഗണിച്ച് നിങ്ങളുടെ കോഴ്സ് ഏതാണോ അതിനനുസരിച്ച് വേണം നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളിലൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി. എങ്കിൽ പോലും സ്റ്റഡി സെൻറ്റർ എടുക്കുമ്പോൾ ബേസിക്കായിട്ട് നമ്മുടെ അസൈൻമെൻറ്റ് സബ്മിഷൻ വരുമ്പോൾ നമുക്ക് സ്റ്റഡി സെൻറ്ററിൽ പോയി സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി സ്റ്റഡി സെൻറ്ററിൽ പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് പോസ്റ്റ് വഴി വേണമെങ്കിലും അസൈൻമെൻറ്റ്സ് അയക്കാവുന്നതാണ്. അതിനുശേഷം ഒരു ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഒരു എന്താ പറയുക, അത് എത്തിയോ, അതായത് അസൈൻമെൻറ്റ്സ് എത്തിയോ എന്ന് ഉറപ്പാക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ സ്റ്റഡി സെൻറ്ററിൽ 1-2 ദിവസം കഴിയുമ്പോൾ വിളിച്ച് ഒന്ന് അന്വേഷിക്കുകയും നമ്മളിങ്ങനെ അയച്ചിട്ടുണ്ട് അവിടെ അസൈൻമെൻറ്റ്സ് കിട്ടിയോ എന്ന് ഉറപ്പിക്കുകയും ചെയ്യാവുന്നതാണ്. ഇനി ഇഗ്നോയുടെ റെക്കഗ്നിഷനെ കുറിച്ച് പറയുമ്പോൾ പലരും ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ ഈ കോഴ്സ് റെക്കഗ്നൈസ്ഡ് ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും റെക്കഗ്നൈസ്ഡ് ആണ്. അതേപോലെ നിങ്ങൾക്കറിയാം നമ്മൾ മറ്റ് പല സംസ്ഥാനങ്ങളിൽ നിന്നും പല ഡിഗ്രി കോഴ്സസും കാര്യങ്ങളും ചെയ്ത് നമ്മുടെ സംസ്ഥാനത്ത് വന്നൊരു എക്സാമിനോ മറ്റെന്തെങ്കിലും കാര്യത്തിനോ അപ്ലൈ ചെയ്യുന്ന സമയത്തൊക്കെ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇഗ്നോയിൽ നിങ്ങൾ പഠിച്ചൊരു വ്യക്തിയാണെങ്കിൽ ഇത് ദേശീയ തലത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സംസ്ഥാനത്തും അത് വാലിഡാണ്. നമുക്ക് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരികയുമില്ല. അതേപോലെ തന്നെ PSC ആയിക്കോട്ടെ, UPSC ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ, ഏത് എക്സാം ആയിക്കോട്ടെ, ഈ എല്ലാ എക്സാംസിനും ഇഗ്നോയുടെ സർട്ടിഫിക്കറ്റ്സ് വാലിഡാണ്. സോ അതിനെക്കുറിച്ച് ഒരു ആശങ്കയുടെ ആവശ്യം ഇല്ല. ഓക്കെ, ഇനി ഞാൻ RC ആൻഡ് സ്റ്റഡി സെൻറ്റേഴ്സിനെ കുറിച്ച് ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തതാണ്. അതുപോലെ തന്നെ ഇഗ്നോയിലെ കോഴ്സസിനെ കുറിച്ച്. ഇപ്പോൾ ഇഗ്നോയിൽ നിരവധി BA കോഴ്സസ് ഉണ്ട്, MA കോഴ്സസ് ഉണ്ട്, MSW കോഴ്സ് ഉണ്ട്, MBA ഉണ്ട്, MCOM, BCOM. അതേപോലെ തന്നെ ഒരുപാട് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ആൻഡ് അവയർനെസ് കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ നോർമലി BA കോഴ്സസ് എന്ന് പറയുമ്പോൾ നമുക്ക് +2 ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. MA കോഴ്സിന് ചെയ്യാൻ ഗ്രാജുവേറ്റ് ആയിരിക്കണം അഥവാ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഡിപ്ലോമയ്ക്കും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയ്ക്കും എല്ലാം കൃത്യമായിട്ട് ഓരോ കോഴ്സിനുള്ള എലിജിബിലിറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ അതനുസരിച്ച് എലിജിബിളായ ആർക്ക് വേണമെങ്കിലും ഈ ഇഗ്നോയിലെ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇനി ഇഗ്നോയിലെ കോഴ്സ് നമ്മൾ എടുക്കുന്ന അവസരത്തിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ MA ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം എടുക്കുകയാണെങ്കിൽ ആ MA ഇംഗ്ലീഷിനെ നമുക്ക് പ്രോഗ്രാം എന്ന് വിളിക്കാം. അപ്പോൾ ഈ MA ഇംഗ്ലീഷിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ചധികം സബ്ജക്ട്സ് പഠിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അതിനെല്ലാം നമ്മൾ കോഴ്സസ് എന്നാണ് പറയുക. അപ്പോൾ ഇഗ്നോയിൽ ഓരോ സബ്ജക്റ്റ് അഥവാ ഓരോ കോഴ്സിനും കൃത്യമായിട്ടൊരു കോഴ്സ് കോഡും ആ സബ്ജക്റ്റിന് ഒരു പേര് അഥവാ ആ കോഴ്സിനൊരു പേരും ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ പലപ്പോഴും ഇപ്പോൾ MA ഇംഗ്ലീഷ് MA ഇംഗ്ലീഷിൻ്റെ പ്രോഗ്രാമിൻ്റെ ആ ഡീറ്റെയിൽസ് ഒക്കെ നോക്കുമ്പോൾ MEG അല്ലെങ്കിൽ MAEG എന്നൊക്കെ പ്രോഗ്രാം കോഡ് കാണാം. അതിന് കീഴിൽ സബ്ജക്ട്സ് ചിലപ്പോൾ MEG 10, MEG 11, MEG 13 എന്ന് പറഞ്ഞുകൊണ്ട് കോഴ്സ് കോഡുകളും ആ കോഴ്സിൻ്റെ പേരുകൾ ഇപ്പോൾ അമേരിക്കൻ ഡ്രാമ എന്നോ അമേരിക്കൻ പോയിട്രി എന്നോ എന്നൊക്കെ പറഞ്ഞ് കാണാം. സോ അത് ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇഗ്നോയിൽ നിരവധി കോഴ്സസും അതിൻ്റെ കോഴ്സ് കോഡും ആ ഓരോ കോഴ്സസിനുള്ള ക്രെഡിറ്റും കാര്യങ്ങളും എല്ലാം മെൻഷൻ ചെയ്യും. നമ്മളിനി എക്സാമിന് ഡേറ്റ് ഷീറ്റ് വരുമ്പോഴും നമ്മുടെ സബ്ജക്റ്റിൻ്റെ പേരായിരിക്കില്ല, മറിച്ച് ഈ കോഴ്സ് കോഡുകളായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മുടെ അമേരിക്കൻ ഡ്രാമയുടെ അല്ലെങ്കിൽ അമേരിക്കൻ നോവലിൻ്റെ ഒക്കെ പരീക്ഷ എന്നാണ് എന്ന് നമ്മൾ ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ആ അമേരിക്കൻ ഡ്രാമ അല്ലെങ്കിൽ അമേരിക്കൻ നോവൽ, അമേരിക്കൻ പോയിട്രി എന്ന് പറയുന്ന ആ സബ്ജക്റ്റിൻ്റെ അഥവാ ആ കോഴ്സിൻ്റെ കോഴ്സ് കോഡ് എന്താണെന്ന് നോക്കി അത് വെച്ച് വേണം നമ്മൾ നമ്മുടെ എക്സാം ഡേറ്റ് ഷീറ്റിൽ നിന്ന് ഏത് ദിവസമാണ് നമ്മുടെ എക്സാം എന്ന് മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് കോഴ്സ് കോഡും കോഴ്സിൻ്റെ ടൈറ്റിലും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. ഇനി ഓൺലൈനും ODLും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു. ODLിൽ എടുക്കുന്നതാണോ നല്ലത്, ഓൺലൈനിൽ എടുക്കുന്നതാണോ നല്ലത്? ഇഗ്നോയിൽ ഇപ്പോൾ ഈ ഓൺലൈൻ കോഴ്സസ് ലോഞ്ച് ചെയ്തിട്ട് അധികം വർഷങ്ങളായിട്ടില്ല. ഓൺലൈൻ കോഴ്സസിന് കുറച്ചധികം ക്ലാസ്സസ് നമുക്ക് ലഭ്യമാവും. എങ്കിൽ പോലും നമുക്കൊരു റെഗുലർ യൂണിവേഴ്സിറ്റി പോലെ ഒരു 9 to 4 അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 10 to 3 ക്ലാസ്സസ് ഒന്നും പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നതല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ODL മോഡ് വേണോ ഓൺലൈൻ മോഡ് വേണോ എന്നുള്ളത് ഒരു പേഴ്സണൽ ചോയ്സാണ്.
നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഇഗ്നോ പോലത്തെ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നും വളരെ റെസ്പോൺസിബിളായിട്ട് പഠിക്കാനുള്ള ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ടാവണം. എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു റെഗുലർ യൂണിവേഴ്സിറ്റി പോലെ ഒരു ടീച്ചർക്ക് ഇരുന്ന് പറഞ്ഞു തരാൻ സാധിക്കുകയില്ല. ചില കോഴ്സസിനൊക്കെ അത്രയധികം ലേണേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്കത് മാനേജ് ചെയ്യുന്നതിനും വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. സോ അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് അഡ്മിഷൻ എടുക്കുകയും ഈ ബുക്സ് ഫോളോ ചെയ്യുകയും ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. കൃത്യമായിട്ടുള്ള സമയത്ത് അസൈൻമെൻറ്റ്സ് വെക്കുക, എക്സാംസ് അറ്റൻഡ് ചെയ്യുക, അതേപോലെ തന്നെ ഇഗ്നോയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം കൃത്യം സമയത്ത് പൂർത്തീകരിക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ചാനലിലാണെങ്കിലും നമ്മൾ ഇഗ്നോയുടെ അസൈൻമെൻറ്റ്സിൻ്റെ ഡേറ്റ്സും എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, എങ്ങനെ നല്ല രീതിയിൽ അസൈൻമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യാം, എക്സാമിൻ്റെ ഡേറ്റ് ഷീറ്റ് വരുമ്പോൾ അതിൻ്റെ ഇൻഫർമേഷൻ, ഏതൊക്കെ ദിവസങ്ങളിലായിരിക്കും എക്സാം എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ ഡൗട്ട്സും ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഓൺലൈനിൽ കോഴ്സസ് എടുക്കണമെങ്കിൽ ഓൺലൈനിൽ വളരെ കുറച്ച് കോഴ്സസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ആ രീതിയിൽ എടുക്കേണ്ടവർക്ക് എടുക്കാം. ODL മോഡിൽ ഒട്ടുമിക്ക കോഴ്സസും അവൈലബിൾ ആണ്. സോ ODL മോഡിൽ എടുക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ പോസ്റ്റ് വഴി നമുക്ക് ഈ ബുക്സ് സെൻഡ് ചെയ്ത് കിട്ടും. ആ ബുക്സ് വെച്ചിട്ട് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുകയും അസൈൻമെൻറ്റ്സ് തയ്യാറാക്കുകയും സബ്മിറ്റ് ചെയ്യുകയും ചെയ്യുക. എക്സാമിൻ്റെ സമയമാകുമ്പോൾ എക്സാം ഫോം ഫില്ല് ചെയ്ത് നമ്മൾ എക്സാം സെൻറ്ററിൽ പോയിട്ട് എക്സാം എഴുതുക. ഇനി നമ്മളെടുത്ത സ്റ്റഡി സെൻറ്റർ തന്നെയായിരിക്കുമോ നമ്മുടെ എക്സാം സെൻറ്റർ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് ഡൗട്ട്സ് കണ്ടു. സോ നമ്മുടെ സ്റ്റഡി സെൻറ്റർ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാലക്കാട് ജില്ലയിൽ നിന്നാണെങ്കിൽ ഐഡിയൽ ട്രെയിനിങ് കോളേജ് ചെറുപ്പുളശ്ശേരി ഒരു സ്റ്റഡി സെൻറ്ററാണ്. പക്ഷേ അത് നിങ്ങൾ സ്റ്റഡി സെൻറ്ററായിട്ട് ചൂസ് ചെയ്താൽ പോലും ഒരു പക്ഷേ എക്സാം നടക്കുന്ന ആ ഒരു വർഷം അല്ലെങ്കിൽ ആ ഒരു സെമസ്റ്ററിൽ നിങ്ങളുടെ വർക്കിൻ്റെ ഭാഗമായിട്ടോ മറ്റെന്തെങ്കിലും കാര്യം കൊണ്ട് ട്രിവാൻഡ്രത്താണെങ്കിൽ നിങ്ങൾക്ക് ട്രിവാൻഡ്രത്ത് ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്ന എക്സാം സെൻറ്റേഴ്സിൽ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ള എക്സാം സെൻറ്ററിൽ വേണമെങ്കിലും എക്സാം എഴുതാവുന്നതാണ്. പക്ഷേ ഈ എക്സാം ഫോം നമുക്ക് ഓപ്പൺ ആവുന്ന സമയത്ത് എക്സാം ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് തന്നെ കൃത്യമായിട്ട് എവിടെയാണോ എക്സാം സെൻറ്റർ വേണ്ടത് എന്ന് നമ്മൾ ഫില്ല് ചെയ്യണം. അപ്പോൾ സ്റ്റഡി സെൻറ്റർ തന്നെ നമ്മുടെ എക്സാം സെൻറ്റർ ആവണം എന്ന് യാതൊരുവിധ നിർബന്ധവും ഇല്ല. അതേപോലെ തന്നെ നമ്മളിപ്പോൾ RC കൊച്ചിയുടെ കീഴിലായിരിക്കും, പക്ഷേ നമ്മുടെ എക്സാം നമ്മൾ ചിലപ്പോൾ ചെയ്യുന്ന RC ട്രിവാൻഡ്രത്തിൻ്റെ കീഴിൽ വരുന്ന ഏതെങ്കിലും ഒരു എക്സാം സെൻറ്ററിലായിരിക്കും. സോ അത് പ്രശ്നമുള്ള കാര്യമല്ല. ഓക്കെ, ഇനി ഇഗ്നോയുടെ പ്രൊസീജിയേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ഇഗ്നോയിൽ ഇപ്പോൾ നിലവിൽ ഒരു അഡ്മിഷൻ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജൂലൈ 2026 അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ജൂലൈ 15 വരെയാണ്. ഒരുപക്ഷെ അതിനുശേഷവും ഡേറ്റ് എക്സ്റ്റെൻഡ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഇഗ്നോയിൽ അഡ്മിഷൻ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ബുക്സ് വരുന്നതായിരിക്കും. സോ ബുക്സും നമുക്ക് ട്രാക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇഗ്നോയിൽ അവൈലബിൾ ആണ്. സോ ബുക്സ് വരുന്നത് വരെ കാത്തിരിക്കാതെ നമുക്ക് ഈ ഗയാൻ കോഷ് എന്ന് പറയുന്ന ഇഗ്നോയുടെ സൈറ്റിൽ നിന്ന് ബുക്സ് ഡൗൺലോഡ് ചെയ്ത് വായിക്കാവുന്നതാണ്. സോ അത് ഏറ്റവും നല്ലൊരു പ്രാക്ടീസാണ്. ഇഗ്നോ തന്നെ പറയാറുണ്ട്, ഇൻ കേസ് ബുക്സ് ഡിലേ ആവുകയാണെങ്കിൽ ഹാർഡ് കോപ്പി ഓപ്റ്റ് ചെയ്ത സ്റ്റുഡൻസ് പോലും സോഫ്റ്റ് കോപ്പി എടുത്ത് വായിക്കാനും അവരുടെ അസൈൻമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യാൻ ശ്രദ്ധിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇഗ്നോയുടെ പ്രൊസീജിയേഴ്സും അതേപോലെ തന്നെ ഇഗ്നോയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സ്റ്റുഡൻസ് ചോദിച്ച സംശയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് പറയാനുള്ള മറുപടി. ഇതിൽ കൂടുതൽ ക്ലാരിഫിക്കേഷൻ എന്തെങ്കിലും ആവശ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് സ്പെസിഫിക് ആയിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 95 62 63 64 69 എന്ന നമ്പറിൽ വോയിസ് ആയിട്ടോ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ നിങ്ങളുടെ ഡൗട്ട്സ് സെൻഡ് ചെയ്യാവുന്നതാണ്. ജൂലൈ 15 നിലവിൽ ഇഗ്നോയുടെ അഡ്മിഷനുള്ള ലാസ്റ്റ് ഡേറ്റ്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജൂലൈ 2026 അഡ്മിഷൻ സെഷന് മാത്രമല്ല എല്ലാ സെഷൻസിനും റെലവൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ നിങ്ങളിൽ ആരെങ്കിലും ഇഗ്നോയിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോ അഥവാ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഇഗ്നോയിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫർദർ അങ്ങോട്ടുള്ള അപ്ഡേറ്റ്സ് അറിയാൻ നമ്മുടെ ലേണിംഗ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവുകയും ചെയ്യുക. സോ ഹാവ് എ ഹാപ്പി ലേണിംഗ് എക്സ്പീരിയൻസ്. നിങ്ങൾ ഡിസയർ ചെയ്യുന്ന കോഴ്സ് ഏതാണോ അതിന് ഒട്ടും വൈകാതെ തന്നെ അഡ്മിഷൻ എടുക്കൂ. ഇഗ്നോയിലെ ജേർണി നിങ്ങളുടെ ഏറ്റവും ഭംഗിയായിട്ട് പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ. So please subscribe to Igno Pointers and share with your Igno friends so that we can reach maximum number of Igno learners. Stay tuned and thank you.